സംബന്ധിച്ചിടത്തോളം അതിയായ ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും പുണ്യദിനം. നമ്മെപ്പോലെ തന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന സഹനങ്ങൾ ചോദിച്ചു വാങ്ങി ഈശോയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ചവൾ. സഹനത്തിന്റെ ആ മാതൃകയെ നമുക്ക് കൂടുതൽ അടുത്തറിയാം. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധിയായ അൽഫോൻസാമ അനേകാരുകളിൽ സുവിശേഷത്തിന്റെ ആവേശം പകരാൻ, മിശിഹാനുകരണത്തിന്റെ അഗ്നി കൊളുത്താൻ പീഠത്തിന്മേൽ ഉയർത്തി വയ്ക്കപ്പെട്ട വിളക്കാണ്. കേരളത്തിലെ കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുവാടത്ത് കുടുംബത്തിൽ 1910 ഓഗസ്റ്റ് മാസം 19-ാം തീയതി അന്നക്കുട്ടി പൂജാതിയായി. ചെറുപ്പത്തിലെ തന്നെ ഒരു കന്യാസ്ത്രീ ആകണമെന്ന ആഗ്രഹം ആ കുഞ്ഞു മനസ്സിൽ നിറഞ്ഞിരുന്നു. കൊച്ചു ത്രേസ്യ പുണ്യവതിയോട് ചെറുപ്പത്തിൽ തന്നെ ഒരു പ്രത്യേക ഭക്തി ഉണ്ടായിരുന്ന അൽഫോൻസാമ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വഴി വലിയ പുണ്യവതിയാകണമെന്ന് ആഗ്രഹിച്ചു. കൊച്ചു കൊച്ചു സൂക്തങ്ങൾ, സഹായങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം ദൈവമഹത്വത്തിന് സമർപ്പിക്കൽ തുടങ്ങിയ തീർത്തും ലളിതമായ ജീവിതശൈലിയിലൂടെ സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നതായിരുന്നു അൽഫോൻസാമയുടെ മുദ്രാവാക്യം. 1946 ജൂലൈ 28-ാം തീയതി ഈശോ മറിയം യോസേപ്പിൽ ഉരുവിട്ടുകൊണ്ട് അൽഫോൻസാമ തന്റെ സഹനബലി പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ഇന്ന് അൽഫോൻസാമ ബലിപീഠത്തെങ്കിൽ വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധിയാണ്. നിർമ്മലമായ ഒരു ജീവിതം നയിക്കാൻ കുട്ടികളായ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അൽഫോൻസാമയോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.